ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് സേഫായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ലണ്ടൻ ഡയറീസിൽ നിന്ന് നമ്മൾ ഡേ ഔട്ട് ഡേ ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നു, നമ്മൾ സ്റ്റേയിലെത്തി, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ സ്റ്റേയിലേക്ക് ചെക്കിങ് ചെയ്തത്. അപ്പോൾ അതുവരെയുള്ള വീഡിയോ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ കേബിൾ കാറൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പം സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് നല്ലൊരു ഡേ ലൈറ്റ് നമുക്കിപ്പോഴും ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റും, നമുക്ക് അത്യാവശ്യം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു ഈവനിങ് ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. കേബിൾ കാറൊക്കെ ഒന്ന് കയറാനും അവിടെ അടുത്തുള്ള പ്ലേസും ഒക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആക്ച്വലി നമ്മൾ ഉച്ചയായപ്പം ഇവിടെ ലണ്ടനിലെത്തിയെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ലണ്ടൻ ബ്രിഡ്ജും നമ്മൾ അവിടുത്തെ കുറച്ച് സ്ഥലമൊക്കെ കറങ്ങി വന്നപ്പോഴത്തേനും അത്യാവശ്യം ഒന്ന് ഈവനിങ് ആയിരുന്നു. പിന്നെ നമ്മൾ ചെക്കിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ പാരീസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കസ്റ്റം ഹൗസിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ കേബിൾ കാർ ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് 2 ഫോട്ടോസ് കിട്ടി. ഞാൻ അതിവിടെ കാണിക്കാവേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു കേബിൾ കാറിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറൊക്കെ ട്രൈ ചെയ്യുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അങ്ങനെ പേടിക്കുന്ന ഒരു ഇതൊന്നും കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അവിടുന്ന് കാണുന്ന വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ കേബിൾ കാറിൽ ടിക്കറ്റും എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഫോണിൽ നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നമുക്കത് ടാപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെയാണ് ടാപ്പ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി ഈ ഫോണിൽ കൂടെ കാണുന്നതിനേക്കാട്ടിലും ഭംഗിയാട്ടോ നമ്മൾ നേരിട്ട് കാണാൻ. പിന്നെ ആ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമായപ്പം ആ ഒരു റെഡ് കളറും പിന്നെ നമ്മുടെ ലൈറ്റും, കാരണം ഈവനിങ് ആയല്ലോ, വൈകുന്നേരം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറിയപ്പം. അപ്പം ഈ ഒരു കാണുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ. ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് വേർത്തായിരുന്നു ആ ഒരു എമൗണ്ടിന്. നമ്മൾ പിന്നെ എമൗണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുമായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 6 പൗണ്ടോ 4 പൗണ്ടോ അത്ര ഉണ്ടായിരുന്നു നമുക്ക് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോൺ നമ്മുടെ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വഴി നമുക്ക് ടാപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന്. പിന്നെ നമ്മൾ
നമ്മൾ നേരെ പോയതൊരു മോളിലേക്കാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലൈറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് ലെറ്റോ കഫേ തപ്പിയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടുന്ന് സത്യം പറഞ്ഞാൽ ലണ്ടനിലെ നൈറ്റ് വൈബ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും. വൈബ് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു സംഭവമൊക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെറ്റോ കഫേ കണ്ടുപിടിച്ചു. അത്യാവശ്യം നന്നായിട്ട് കറങ്ങി കേട്ടോ. അവിടെ നമ്മൾ ട്രൈ ചെയ്തത് ലാലിയ ഭട്ടിൻ്റെ ഫേമസ് മിൽക്ക് കേക്കാണ്. അടിപൊളിയായിരുന്നു. നമ്മൾ വായിൽ വെക്കുമ്പോഴത്തേന് അലിഞ്ഞു പോകുന്ന അങ്ങനത്തെ ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് മിൽക്ക് കേക്ക് തന്നെ. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ചൈന ടൗണിലേക്കാട്ടോ. അവിടെ നമുക്കങ്ങനെ ഒരുപാടൊന്നും കാണാനില്ലായിരുന്നു. ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഇവിടെ വന്നപ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം നൈറ്റും കൂടെ ആയപ്പം ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കര ഹൈപ്പൊന്നുമില്ല, കുഴപ്പമില്ലായിരുന്നു എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നുള്ളൂ.